ഹായ് ഗൈസ്, വെൽക്കം ടു നഴ്സ് ബഡ്സ്. ഐം നല്ന പൗലോസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഗൗട്ട്. എന്താണ് ഗൗട്ട്? നമ്മുടെ രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടി നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഗൗട്ട് അഥവാ സന്ധിവാതം അല്ലെങ്കിൽ ഹൈപ്പർ യൂറീസീമിയ എന്ന് പറയുന്നത്. ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്യൂരിൻ മെറ്റബോളിസം, അതായത് പ്യൂരിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ്റെ മെറ്റബോളിസം നടന്ന് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു നൈട്രോജീനസ് വേസ്റ്റ് സബ്സ്റ്റൻസ് ആണ് യൂറിക് ആസിഡ്. ഈ യൂറിക് ആസിഡ് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ പ്യൂരിൻ മെറ്റബോളിസം കൂടുതലായിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഉണ്ടാകുന്ന യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രോപ്പറായിട്ട് പുറത്തേക്ക് പോവാതിരിക്കുന്നത് വഴിയും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടും. നമ്മുടെ ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡ് പുറത്തേക്ക് പോകുന്നത് രക്തത്തിൽ നിന്ന് യൂറിക് ആസിഡ് കിഡ്നിയിലെത്തി കിഡ്നിയിൽ നിന്ന് ഇത് അരിച്ച് യൂറിൻ വഴിയായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഇതുകൂടാതെ അമിതമായ മദ്യപാനം അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുള്ള പേഷ്യൻസിലും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിട്ട് കാണാറുണ്ട്. ഇനി യൂറിക് ആസിഡ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് സ്മോളർ ജോയിൻസിനെയാണ്. നമ്മുടെ ശരീരത്തിലെ സ്മോളർ ജോയിൻസിനെയാണ് മെയിനായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും കാലുകളിലെയും കൈകളിലെയും ജോയിൻസ്, ഈ കാലുകളിലെ തള്ളവിരലിൻ്റെ ജോയിൻസിലാണ് ഇത് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടി അത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഗൗട്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ യൂറിക് ആസിഡ്, ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് സ്മോളർ ജോയിൻസിലേക്ക് എത്തി ഈ യൂറിക് ആസിഡ് അവിടെ അടിഞ്ഞുകൂടും. ഈ പ്രോസസ്സ് കുറേ നാൾ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽസ് അവിടെ ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ ടോഫൈ എന്ന് പറയുന്നത്. ഈ ടോഫൈ വന്നിട്ടുണ്ടെങ്കിൽ യൂറിക് ആസിഡിൻ്റെ ഗൗട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ സ്മോളർ ജോയിൻസിന് എഫക്റ്റ് ചെയ്ത ആ ഒരു ഭാഗം ചുമന്ന് തടിച്ച് നീര് വെച്ചിരിക്കും, കൂടാതെ വളരെ പെയിൻഫുള്ളായിരിക്കും. പിന്നെ നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചൂടെല്ലാം അനുഭവപ്പെടും. ഇനി യൂറിക് ആസിഡ് കൂടിയാൽ എഫക്റ്റ് ചെയ്യുന്നതാണ് കിഡ്നീനെ, അതായത് ഈ ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ബ്ലഡ് നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്ത് കിഡ്നിയിലെത്തി ഇത് പ്രോപ്പറായിട്ട് പുറത്തു പോയില്ലെങ്കിൽ കിഡ്നിയിൽ ഇത് അടിഞ്ഞുകൂടി കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ യൂറിക് ആസിഡ് എഫക്റ്റ് ചെയ്യുന്നതാണ് ഹാർട്ടിനെ. പെരിക്കാർഡൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നുണ്ട്. കൂടാതെ പേഷ്യൻസിനെ BP കൂട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ യൂറിക് ആസിഡ് എഫക്റ്റ് ചെയ്യുന്നതാണ് സ്കിന്നിന്. ഈ ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ബ്ലഡ് ഈ ശരീരത്തിലൂടെ പാസ് ചെയ്ത് സ്കിന്നിൽ അവിടെ ഇറിറ്റേഷൻ ഉണ്ടാക്കും, പ്രൂരൈറ്റിസ്, അതായത് ചൊറിച്ചിൽ ഉണ്ടാകും. യൂറിക് ആസിഡ് ഡയഗ്നോസിസ് ചെയ്യുന്നത്, അതായത് യൂറിക് ആസിഡ് രോഗനിർണയം ചെയ്യുന്നത് മെയിനായിട്ടും ബ്ലഡിലൂടെയാണ്. സ്ത്രീകൾക്ക് ഇത് 2.6 to 6 mg/dl പുരുഷന്മാരിൽ 3.5 to 7.2 mg/dl നോർമൽ. ഇതുകൂടാതെ എക്സ്റേ, CT സ്കാൻ പോലുള്ള ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്. കാരണം ഈ യൂറിക് ആസിഡിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അതായത് നമ്മുടെ സ്മോളർ ജോയിൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ആയിട്ടുണ്ടെന്ന് കണ്ടെത്താനായിട്ടാണ് നമ്മൾ എക്സ്റേ, CT സ്കാൻ പോലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത്. യൂറിക് ആസിഡ് നമുക്കുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട്, അതായത് ഫസ്റ്റ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. കാരണം യൂറിക് ആസിഡ് എന്തുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ കൂടിയത് എന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ചില പേഷ്യൻസിൽ ഭക്ഷണത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടാവുക. അപ്പം നമ്മൾ അതിൻ്റെ റീസൺ ആണ് കണ്ടെത്തേണ്ടത്. അതായത് നമ്മളൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ റൂട്ട് കോസിനെയാണ്, സിംറ്റംസിനെ അല്ല. സോ നമ്മൾ ഫസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, റീസൺ കണ്ടെത്തുക, ട്രീറ്റ് ചെയ്യുക. ഇനി ഡയറ്റിലൂടെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും പ്യൂരിൻ റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതായത് പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക. അതിൽ മെയിനായിട്ട് ഒഴിവാക്കേണ്ട നോൺ വെജ് ആൻഡ് വെജ് ഐറ്റംസ്. നോൺ വെജിൽ റെഡ് മീറ്റ് ഐറ്റംസ്, അതായത് ബീഫ്, പോർക്ക്, മട്ടൺ പോലെയുള്ള റെഡ് മീറ്റ് ഐറ്റംസ് ഒഴിവാക്കണം. ഇനി ഓർഗൺ മീറ്റ്സ് ഒഴിവാക്കണം. കാരണം ഓർഗൺ മീറ്റ്സിൽ ബ്രെയിൻ, കിഡ്നി, ലിവർ പോലെയുള്ള ഓർഗൺ മീറ്റ്സ്
കൺട്രോൾ ചെയ്യുക. പിന്നെ ഒഴിവാക്കേണ്ടതാണ് സീ ഫുഡ് ഐറ്റംസ്. സീ ഫുഡ് ഐറ്റംസിൽ മത്തി, അയില, കൊഴുവ പോലെയുള്ള സീ ഫുഡ് ഐറ്റംസ്, കൂടാതെ ഷെൽ ഫിഷ് ഐറ്റംസ്, അതായത് കക്ക, ഞണ്ട്, കല്ലുമ്മക്കായ, ചെമ്മീൻ പോലുള്ള ഷെൽ ഫിഷ് ഐറ്റംസും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി നിർത്തണം. ഇനി മെയിനായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത്, അതായത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒട്ടും നമ്മൾ എടുക്കാൻ പാടില്ലാത്തതാണ് ആൽക്കഹോൾ, ബിയർ, അതുപോലെ തന്നെ ഷുഗറി ബിവറേജസ്. ഇത് ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത്. അത് മസ്റ്റായിട്ടും നമ്മൾ നിയന്ത്രിച്ച് നിർത്തണം. ഇതുകൂടാതെ വെജിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ് ചീര, കോളിഫ്ലവർ, കൂൺ പോലെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നിയന്ത്രിച്ച് നിർത്തണം. ഇനി ഈ ആൽക്കഹോള്, ബിയറും ഒഴിച്ച് നമ്മൾ ബാക്കി പറഞ്ഞ ഫുഡ് ഐറ്റംസ് നമുക്ക് വീക്കിലി 100 to 150 ഗ്രാം നമുക്ക് ഉപയോഗിക്കാം. അത് റെഗുലറായിട്ടോ അതിൽ കൂടുതലോ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തരുത്. ഇനി കൺട്രോൾ ചെയ്ത പോലെ തന്നെ നമ്മൾ എടുക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളും ഉണ്ട്. അതിൽ മെയിനായിട്ടും ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സിൽ പേരയ്ക്ക, ചെറീസ്, ബെറീസ്, പൈനാപ്പിൾ, നേന്ത്രപ്പഴം പോലുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ വൈറ്റമിൻ സി കണ്ടൻ്റ് ആയിട്ടുള്ള ഓറഞ്ച്, ലെമൺ ഒക്കെ ഉപയോഗിക്കാം. ഡ്രൈ ഫ്രൂട്ട്സിൽ മെയിനായിട്ട് നമ്മൾ വാൽനട്ടാണ് ഉപയോഗിക്കേണ്ടത്. അത് വളരെ എഫക്റ്റീവാണ്. കൂടാതെ തവിട് അടങ്ങിയിട്ടുള്ള അരി, ഓട്സ് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ പാൽ ഉപയോഗിക്കുമ്പോൾ പാട കളഞ്ഞിട്ടുള്ള പാലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. കാരണം കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ യൂറിക് ആസിഡിൻ്റെ അളവ് കൂട്ടും. അതുകൊണ്ട് നമ്മൾ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ കൂടാതെ ആപ്പിൾ സിഡർ വിനീഗർ, പിന്നെ പപ്പായയിൽ പച്ച പപ്പായ ഏറ്റവും നല്ലതാണ്. ഇതെല്ലാം നമ്മൾ ഡയറ്റിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതുകൂടാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് എക്സസൈസ്. നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുക. വെയിറ്റ് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാം. കൂടാതെ ഈ ഡയറ്റിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനാണ് മെഡിസിൻസ് ഉപയോഗിക്കുക എന്നുള്ളത്. മെഡിസിൻസിൽ ആലോപിരനോൾ പോലെയുള്ള മെഡിസിൻസ് നമ്മൾ ഇതിൽ ഉപയോഗിക്കും. ഈ യൂറിക് ആസിഡ് ഉള്ള പേഷ്യൻസ് മസ്റ്റായിട്ടും 3 to 4 ലിറ്റർ വെള്ളം കുടിക്കണം. കാരണം ഇപ്പം മെഡിസിൻ ഉപയോഗിച്ചിട്ടായാലും ഡയറ്റ് വഴി നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഈ യൂറിക് ആസിഡ് കിഡ്നിയിൽ കൂടെയാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. അപ്പം ഇങ്ങനെ കിഡ്നിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കിഡ്നിയിൽ അടിഞ്ഞുകൂടി കിഡ്നി സ്റ്റോൺ ഉണ്ടാകും. സോ മസ്റ്റായിട്ടും 3 to 4 ലിറ്റർ വെള്ളം കുടിക്കണം. പിന്നെ പെയിൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് NSAIDs പോലെയുള്ള മെഡിസിൻസ് നമുക്ക് ഉപയോഗിക്കാം. ഡൈക്ലോഫിനാക്ക്, ഇബുപ്രോഫിൻ പോലെയുള്ള മെഡിസിൻസ് ഉപയോഗിക്കാം. കൂടാതെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റീറോയിഡ്സും ഉപയോഗിക്കും. ദിസ് ഈസ് ഓൾ അബൌട്ട് ഗൗട്ട്. താങ്ക് യു.